ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഒരു ഗീ റൈസ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, വലിയ ജീരകം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ജാതിപത്രി എന്നിവ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. അത് ഈ എണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ടുള്ളതായിട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ച കൈമ അരി ഇട്ട് കൊടുക്കാം. ഇനി അരി ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് വറുവായതിന് ശേഷം അരിയിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സാക്കി നമുക്ക് ഈ പാൻ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നാൽ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചോറ് ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് വരുമ്പോൾ ലാസ്റ്റ് മല്ലിയില അരിഞ്ഞതും 2-3 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നെയ്യ് ചേർത്ത് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നെയ്യ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മുടെ രുചികരമായ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും എൻ്റെ സ്റ്റൈലിലൊന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ. ഞാൻ ഗീ റൈസും അഫ്ഗാനി ചിക്കൻ കറിയാണ് കേട്ടോ അതിലേക്ക് ഉണ്ടാക്കിയിരുന്നത്. അത് കൂട്ടി കഴിച്ചു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നെയ്ച്ചോറ് ഇങ്ങനെ നമ്മൾ അധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ക്യാരറ്റൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് ഫോർ വാച്ചിങ്.